എല്ലാവർക്കും ബ്രൈറ്റ് അക്കാഡമിയുടെ മറ്റൊരു ഓൺലൈൻ ക്ലാസ്സിലേക്ക് എല്ലാ കുട്ടികൾക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു ചാപ്റ്റർ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞായിരുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനുള്ളത് ചെറിയ പാഠങ്ങളാണ്. കൊച്ചു ചാപ്റ്ററുകളെല്ലാം ആദ്യം ഡിസ്കസ് ചെയ്യും, വലിയ ചാപ്റ്ററുകളൊക്കെ ഏറ്റവും അവസാനം എടുക്കും. അപ്പോൾ ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാനുള്ളത് 3 ഡയമെൻഷൻ ജോമെട്രിയാണ്. 3D സിമ്പിൾ ചാപ്റ്റർ, 3 മാർക്ക്, അതും 1+2 ആണ്. അപ്പോൾ നിങ്ങൾ 3Dക്കകത്ത് 1 മാർക്ക് കിട്ടുന്ന ഒരു സാധനമുണ്ട്, ഒക്ടന്റ്, പ്ലെയിന്, ആക്സിസ്, പടവും കൂടെ നോക്കിയിട്ടുണ്ട്. എല്ലാവർക്കും കിട്ടിയിരിക്കുന്നത് ചുമ്മാ ഒരു മാർക്ക് വരുന്നേ അവർ. അപ്പം നമ്മൾ അറിയാം 3D എന്ന് പറയുമ്പോഴേ നമുക്ക് 3 കോർഡിനേറ്റ് വരും. നമ്മൾ സാധാരണ പണ്ട് തൊട്ടേ ഗ്രാഫ് വരയ്ക്കുമ്പോൾ 2 കോർഡിനേറ്റാണ്, എക്സ് കോർഡിനേറ്റും വൈ കോർഡിനേറ്റും. ഇവിടെ നമുക്ക് 3 കോർഡിനേറ്റ് ഉണ്ട്. എക്സ് കോർഡിനേറ്റ് ഉണ്ട്, വൈ കോർഡിനേറ്റ് ഉണ്ട്, ഇസഡ് കോർഡിനേറ്റ് ഉണ്ട്. ഇതിന് ഫിഗറൊക്കെ ഉണ്ട്. ഫിഗർ നമ്മൾ ഏറ്റവും അവസാനം ഡിസ്കസ് ചെയ്യും. അപ്പം നമ്മളുടെ ആദ്യം പഠിക്കാൻ പോകുന്നത് എന്താണ് ആക്സിസ്. 3 ആക്സിസ് ആണുള്ളത്, എക്സ് ആക്സിസ്, വൈ ആക്സിസ്, ഇസഡ് ആക്സിസ്. ആക്സിസ് എന്ന് പറയുമ്പം ജസ്റ്റ് ഒരു 1 മാർക്കാണ്. ഇത് ആക്സിസ് അങ്ങനെ എക്സാമിന് വരാറില്ല. പോയിന്റ് ഓൺ എക്സ് ആക്സിസ് എന്ന് പറയുമ്പോൾ അതിൻ്റെ നിങ്ങൾക്കറിയാം. പോയിന്റ് ഓൺ എക്സ് ആക്സിസ് എന്ന് പറയുമ്പോൾ എക്സിലൂടെ മാത്രമേ പോകാവുള്ളൂ. അപ്പം എന്തിലൂടെ ഒക്കെ പോകരുത്? വൈയിലൂടെയും പോകരുത്, ഇസഡിലൂടെയും പോകരുത്. അപ്പം എക്സിലൂടെ മാത്രമേ പോകാവൂ. എക്സ്, 0, 0 ഇതാണ് ഇതിൻ്റെ ഇതിൻ്റെ പ്രത്യേകത പറയാം. പോയിന്റ് ഓൺ എക്സ് ആക്സിസ് എന്ന് പറയുമ്പം വൈ ആൻഡ് ഇസഡ് കോർഡിനേറ്റ് ആർ 0. വൈയും ഇല്ല, ഇസഡും ഇല്ല. അതിന് ടെക്നിക്ക് ഇത്രയേ ഉള്ളൂ, ഏത് ഇംഗ്ലീഷ് അക്ഷരം പറയുന്നോ അതുണ്ട്, മറ്റേതൊന്നുമില്ല. ഓർഡർ എക്സ് വൈ ഇസഡ് ആണേ, അത് ഓർമ്മയാണേ. വൈ ആക്സിസ് എന്ന് പറയുമ്പം നിങ്ങളുടെ മനസ്സിൽ വൈ ഉണ്ട്, എക്സും ഇല്ല, ഇസഡും ഇല്ല. 0, y 0. ഇസഡ് ആക്സിസ്, ഇസഡ് ഉണ്ട്, പറയുന്ന ലെറ്റർ അവിടെ ഉണ്ട്, അത് ആലോചിച്ചോണം. 0, 0 ഇസഡ്. ഒരു എക്സാമ്പിൾ 0, 1, 0 ഓപ്ഷൻ കാണും. എക്സ് ആക്സിസ്, വൈ ആക്സിസ്, ഇസഡ് ആക്സിസ്, അല്ലെ നൺ ഓഫ് ദീസ് എന്നൊക്കെ കാണും. അപ്പൊ നിങ്ങൾക്ക് തന്നെ അറിയാം, രണ്ടാമതാണ് നമ്പർ, വൈയിലാണ് നമ്പർ. വൈ ആക്സിസ് ഒരു നമ്പറേ ഉള്ളൂ, ഒരു നമ്പറേ വരത്തുള്ളൂ. ആക്സിസ് എന്ന് പറയുമ്പോൾ ഒരൊറ്റ നമ്പറേ കാണും. ഓർമ്മയാണ്, ഒരു നമ്പർ വന്നാൽ ആക്സിസ്. അടുത്ത സാധനത്തിന്റെ പേരാണ് പ്ലെയിൻ. പ്ലെയിൻ 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 എന്ന് കേൾക്കുമ്പോഴേ നമ്മുടെ മനസ്സിൽ 2 നമ്പർ ഉണ്ടാവും, ഉറപ്പായിട്ടും 2 നമ്പർ ഉണ്ടാവും. അതിൻ്റെ എക്സാമ്പിള് പോയിന്റ് ഓൺ എക്സ് വൈ പ്ലെയിൻ എന്ന് പറയുമ്പം ഞാൻ നേരത്തെ ഒരു കാര്യം പറഞ്ഞു, ഏത് ഇംഗ്ലീഷ് അക്ഷരം ഉണ്ടോ അതുണ്ട്. എക്സ് വൈ പ്ലെയിൻ എന്ന് പറയുമ്പോൾ എക്സ് ഉണ്ട്, വൈ ഉണ്ട്, ഇസഡ് ഇല്ല. എക്സ്, വൈ, 0. വൈ ഇസഡ് പ്ലെയിൻ എന്ന് കേൾക്കുമ്പോഴേ വൈയും ഉണ്ട്, ഇസഡും ഉണ്ട്, എക്സ് ഇല്ല. 0 വൈ ഇസഡ്. എക്സ് ഇസഡ് പ്ലെയിൻ എന്ന് പറയുമ്പം എക്സും ഉണ്ട്, ഇസഡും ഉണ്ട്, എക്സ് ഉണ്ട്, ഇസഡ് ഉണ്ട്, വൈ ഇല്ല. അപ്പൊ പ്ലെയിൻ എന്ന് പറയുമ്പോൾ 2 നമ്പർ ഉണ്ടാവും, അതാണ് പ്ലെയിൻ. പ്ലെയിനിൽ എപ്പോഴും 2 നമ്പർ ഉണ്ടാവും, ആക്സിസിൽ 1 നമ്പറേ കാണത്തുള്ളൂ. ഏത് ഇംഗ്ലീഷ് അക്ഷരം പറയുന്നോ അതുണ്ട്, മറ്റേതില്ല. എക്സ് വൈ എന്ന് പറയുമ്പോൾ എക്സും വൈ ഉണ്ട്, ഇസഡ് ഇല്ല. എക്സാമ്പിൾ 3, 0, 5 ഓപ്ഷൻ കാണും. എക്സ് വൈ പ്ലെയിൻ കാണും, വൈ ഇസഡ് പ്ലെയിൻ കാണും, എക്സ് ഇസഡ് പ്ലെയിൻ കാണും. നിങ്ങൾക്കറിയാം, 1ാമത് നമ്പർ ഉണ്ട്, 3ാമത് നമ്പർ ഉണ്ട്, എക്സ് ഉണ്ട്, ഇസഡ് ഉണ്ട്. എക്സ് ഇസഡ് പ്ലെയിൻ കഴിയും. അപ്പൊ അത്രയേ ഉള്ളൂ. അപ്പൊ ഒന്നുകൂടെ പറയാം, 1 നമ്പർ ആക്സിസ്, 2 നമ്പർ പ്ലെയിൻ. ഏത് ഇംഗ്ലീഷ് അക്ഷരം പറയുന്നോ അതുണ്ട്, പറയാത്ത ഇംഗ്ലീഷ് അക്ഷരം ഇല്ല. അപ്പൊ അതും കഴിഞ്ഞു. ആക്സിസ് അങ്ങനെ എക്സാമിന് വന്നിട്ടില്ല, പക്ഷെ പ്ലെയിൻ വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് തന്നെ അറിയാം, 0, 1, 3 എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ 0, 1, 3 1ഉം 3ഉം വൈയും ഇസഡും ഉണ്ട്. വൈ ഇസഡ് പ്ലെയിൻ. അപ്പൊ 2 നമ്പർ വന്നാൽ ആക്സിസ് അല്ലേ, പ്ലെയിൻ ആണേ. നെക്സ്റ്റ് നമ്മൾ ഇതിനകത്തെ മെയിൻ സാധനം ഒക്ടന്റ്. ഒക്ടന്റിനെ പറ്റിയാണ് പഠിക്കുന്നത്. നമ്മൾ ക്വാഡ്രന്റ് പഠിക്കുന്നത് തന്നെ. ക്വാഡ്രന്റ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, 4 ക്വാഡ്രന്റ്. അതുപോലെ ഒക്ടന്റ് 8 ഒക്ടന്റ്. 8 ഒക്ടന്റ് ആണ് നമുക്കുള്ളത്. അപ്പൊ ഈ ഒക്ടന്റ് ഇച്ചിരി ഇടങ്ങാണ്. കാരണം ഈ ഒക്ടന്റ് 3 നമ്പർ ഉണ്ടാവും. 3 നമ്പർ വരുന്നതാണ് ഒക്ടന്റ്.
1 നമ്പർ ആക്സിസ്, 2 നമ്പർ പ്ലെയിൻ, 3 നമ്പർ ഒക്ടന്റ്. ഒക്ടന്റ് അങ്ങോട്ട് പഠിച്ചു കഴിയുമ്പോൾ നമ്മുടെ 1 മാർക്ക് ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞു. ഈ ഒക്ടന്റ് എന്ന് പറയുമ്പോൾ ഒരു ചെറിയ ടെക്നിക്ക് പഠിക്കണം. ഞാൻ ആദ്യം ഒന്ന് എഴുതും, എന്നിട്ട് വായിച്ചിട്ട് ഒന്നുകൂടെ എഴുതും. 4+, കാണാതെ പഠിക്കാൻ പറ്റത്തില്ല. 4+ എഴുതി ഇടുക. ഇനി ഒരു 4-. ഇതെല്ലാവർക്കും എഴുതാൻ അറിയായിരിക്കുമല്ലോ. 4+, 4-. എന്നിട്ട് മേളിലോട്ടേ എഴുതാവൂ. പ്ലസ് പ്ലസ്, മൈനസ് മൈനസ്, പ്ലസ് പ്ലസ്, മൈനസ് മൈനസ്. 4+, 4-. 2+, 2-, 2+, 2-. മേളിലോട്ടാണേ. ഇനി ഒരെണ്ണമുണ്ട്, തെറ്റല്ലേ? അപ്പം 4+, 4-. അതായത് ഒരു പ്ലസ് എഴുതിയുള്ളേ. 2-, 2+, 2-, 1+. ഞാനിത് ഒന്നുകൂടെ വായിച്ചിട്ടേ എഴുതുള്ളൂ. വായിക്കും, ഒന്നുകൂടെ വായിച്ചിട്ടേ എഴുതുള്ളൂ. ഒന്നുകൂടെ നോക്കിയേ. 4+, 4-. പരീക്ഷാ ഹാളിൽ ചെല്ലുമ്പോഴേ ഇത് എഴുതിയും കിടുക. ആ കൂൾ ഓഫ് ടൈമിലെ സമയത്തൊക്കെ ഇതൊക്കെ എഴുതിയിടുക. പ്ലസ് പ്ലസ്, മൈനസ് മൈനസ്, പ്ലസ് പ്ലസ്, മൈനസ് മൈനസ്. അപ്പൊ 4+, 4-. 2+, 2-, 2+, 2-. ഇനി ഏറ്റവും ടോപ്പിൽ കൊണ്ട് തെറ്റിക്കല്ലേ, ഒരു പ്ലസ്സേ കാണാവും. ഇനി 2-, 2+, 2-, 1+. 4-, 4+, 2+, 2-, 2+, 2-, 1+, ഇതാണ് ഫസ്റ്റ് ഒക്ടന്റ്. ഇത് ഒന്നാമത്തെ ഒക്ടന്റ്, ഇത് രണ്ടാമത്തത്, മൂന്നാമത്തത്, നാലാമത്തത്, അഞ്ചാമത്തത്, ആറാമത്തത്, ഏഴാമത്തത്, എട്ടാമത്തത്. അതിനൊരു എക്സാമ്പിൾ. അപ്പോൾ ഒക്ടന്റ് എന്ന് പറയുമ്പോൾ 3 നമ്പർ കാണുമേ. 3 - 2 - 4. ഇത് എത്രാമത്തെ ഒക്ടന്റ് ആണെന്ന് ചോദിച്ചു. നമ്മൾ നോക്കും. ആദ്യത്തെ ചിഹ്നം പോസിറ്റീവ്, രണ്ടാമത്തെ ചിഹ്നം നെഗറ്റീവ്. ഈ റൗണ്ട് ചെയ്തതിൽ താഴോട്ട് പ്ലസ് മൈനസ് എന്ന് കിടക്കുന്ന എവിടെ നിങ്ങൾ നോക്കിയിട്ട് പറയാം. പ്ലസ് മൈനസ് എന്ന് എവിടെ കിടക്കുന്നു എന്ന് നിങ്ങൾ നോക്കുക. എവിടെയെങ്കിലും ഒരിടത്തുണ്ടോ എന്ന് നോക്കണം. അതുണ്ടെങ്കിൽ അതങ്ങ് നോട്ട് ചെയ്തേക്കണം. ഏതാ നിങ്ങൾക്ക് മനസ്സിലായി? പ്ലസ് മൈനസ്, എട്ടാമത്തെ ഒക്ടന്റാണ്, 8th ഒക്ടന്റ്. ഇനി -1 - 2 3, നെഗറ്റീവ് പോസിറ്റീവ്, താഴോട്ട്, നെഗറ്റീവ് പോസിറ്റീവ്, 3rd ഒക്ടന്റ്. 1 - 2 3. ചിഹ്നം നോക്കണേ, ചിഹ്നം മെയിൻ ആണേ. പ്ലസ് മൈനസ് പ്ലസ് കിടക്കുന്നത് 4th ഒക്ടന്റ്. ഇതിന് യഥാർത്ഥത്തിൽ വേറൊരു ഫോം കൂടെ ഉണ്ട്. എക്സ്, ശ്രദ്ധിക്കണേ, എക്സ് ആക്സിസ്, എക്സ് എന്നിട്ട് O. ഈ എക്സ് ആക്സിസിന് ഒറിജിന് ടച്ച് ചെയ്തിട്ട് എങ്ങോട്ട് പോകാൻ എന്ന് വെച്ചാൽ XO നെഗറ്റീവ് ചിഹ്നം ഉണ്ടെങ്കിൽ ഡാഷ് എഴുതണം. ഡാഷ് ഇസ് ഡാഷ്. ഇത് X'O Y'Z. ഇത് XO Y'Z. ശ്രദ്ധിക്കണേ, കഴിഞ്ഞ വർഷം പരീക്ഷയ്ക്ക് ചോദിച്ചത് തിരിച്ചാ. നമ്പർ അല്ല ഇട്ടത്. ഇവർ താണ്ട് ഇതുപോലെ ഇംഗ്ലീഷ് ടേം ഇട്ടിട്ട് നമുക്ക് ചോദിച്ചു. അപ്പം അതിൻ്റെ ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം. അപ്പം എക്സിന്ന് എപ്പോഴും എവിടെ പോയി ടച്ച് ചെയ്യണം? ഒറിജിനെ ടച്ച് ചെയ്തിട്ടേ എങ്ങോട്ടും പോകാവുള്ളൂ. പിന്നെ നെഗറ്റീവ് ഉള്ളിടത്ത് ഡാഷ് എഴുതണം, ഒരു പാടുമില്ല. ഇപ്പം നമുക്കിപ്പോൾ ഇത് ഒരു എക്സാമ്പിൾ. X'O YZ. ഇത് എത്രാമത്തെ ഒക്ടന്റ് ആണെന്ന് ചോദിച്ചാൽ നിങ്ങൾ ഇത്രയും ചെയ്താൽ മതി മക്കളെ. നെഗറ്റീവ് പോസിറ്റീവ് എവിടാന്ന് നോക്കുക. നെഗറ്റീവ് പോസിറ്റീവ്, രണ്ടാമത്തെ ഒക്ടന്റ്, സെക്കൻഡ്, ഇത്രയേ ഉള്ളൂ സംഭവം. X'O Y'Z എന്ന് ചോദിക്കുമ്പോൾ നെഗറ്റീവ് പോസിറ്റീവ്, അത് 3rd ഒക്ടന്റ്. ഇതാണ് ഒക്ടന്റ്. അപ്പോൾ ഒക്ടന്റ് കഴിഞ്ഞു. അപ്പോൾ ഒക്ടന്റ് പഠിച്ചോളം. മെയിൻ സാധനം ഒക്ടന്റ് ആണ്. 4+, 4-, 2+, 2-, 2+, പിന്നെ ഏറ്റവും ടോപ്പിൽ ഒരു പ്ലസ്സേ ഉള്ളേ. 1+, 2-, 2+. അപ്പം ഒക്ടന്റ് പഠിപ്പിച്ചു കഴിഞ്ഞു. ഒക്ടന്റ് എന്തായാലും കിട്ടും. നിങ്ങൾ പരീക്ഷകളിൽ ചെല്ലുമ്പോഴേ ഒക്ടന്റ് കാണും. ഒക്ടന്റ് ഉറപ്പായിട്ടും കാണും. ഒക്ടന്റ് എഴുതി അങ്ങ് ഇടുക. സൈൻ എഴുതി അങ്ങ് ഇട്ടിട്ട് റൗണ്ട് ചെയ്തിട്ട് 1, 2, 3, 4 പേരൊക്കെ കൊടുക്കുക.
അതിനുശേഷം നമ്മൾ ഈ ഫിഗർ എന്ന് വെച്ചാൽ 3Dക്കകത്തൊരു കുഴപ്പമുണ്ട്. നമ്മൾ 3D ഇടയ്ക്ക് ഏതോ ഒരു വർഷം ഒരു ക്വസ്റ്റ്യൻ വന്നായിരുന്നു, പക്ഷെ അത് പെട്ടുപോയി പിള്ളേരുടെ. നമ്മളൊരു പടം വരച്ചിട്ട് ഈ പടത്തിനകത്ത് ഈ സംഭവങ്ങളൊക്കെ അടയാളപ്പെടുത്താൻ ചോദിക്കും. പടം നമുക്ക് ഇച്ചിരി താഴോട്ട് വരയ്ക്കാം. പടം അത്ര വലിയ വൃത്തിയൊന്നും കാണത്തില്ല. ഇതാണ് നമ്മുടെ പടം. ഈ പടം തന്നിട്ട് ഇതിനകത്ത് എവിടെയെങ്കിലും ഒരു പോയിന്റ് നമുക്ക് ഇനി തരും. ഈ പോയിന്റ് നമുക്ക് തന്നിട്ടുണ്ട്. 3, 4, 5 എന്നീ പോയിന്റ് നമുക്ക് തന്നിട്ടുണ്ട്. അതിൻ്റെ പേര് പി എന്നും പറഞ്ഞു. ഇനി എയും ഇത് ബി, ഇത് സി, ഇത് ഡി, ഇത് ഇ, ഇത് എഫ്, ഇതെല്ലാം കണ്ടുപിടിക്കാൻ ചോദിക്കും. അപ്പം നമ്മുടെ കയ്യിൽ പി ഇരിപ്പുണ്ട്. 3, 4, 5 കറക്റ്റ് നടുക്കത്തെ ആ P 3, 4, 5 ഇരിപ്പുണ്ട്. ABCD എല്ലാം കണ്ടുപിടിക്കാൻ ചോദിച്ചു. നിങ്ങൾ ഏറ്റവും കൂടുതൽ ആൾക്കാർ തെറ്റിക്കുന്ന ഒരു സാധനമുണ്ട്. ഇവിടെ നിങ്ങൾ എക്സ് എന്തെങ്കിലും തെറ്റി, നിങ്ങളുടെ എക്സ് പോയി, അവിടെ അല്ല എക്സ്. ഈ പെർപെൻഡിക്കുലറായിട്ട് വരച്ച് വെച്ചേക്കുന്ന ലൈൻ കണ്ടല്ലോ നിങ്ങൾ, ഈ ലൈനാണ് നമ്മുടെ ഇസഡ് ആക്സിസ്. അതാണ് ഇത് Y ആക്സിസ് ആണ്, ഇതാണ് X ആക്സിസ്. തെറ്റിപ്പോലെ, ഇത് എക്സ്, പെർപെൻഡിക്കുലർ ഇസഡ്, അതങ്ങ് ആലോചിച്ചാണ്. മറ്റേത് ഓപ്പോസിറ്റാ. അവിടെ നമ്മൾ സാധാരണ നേരത്തെ നമ്മൾ പടം ഗ്രാഫിനകത്തേത് എക്സാ, അത് തിരിച്ച്. ഇനി എ കണ്ടുപിടിക്കുന്നത് സിമ്പിളാണ്. അപ്പം ഒറ്റ പോയിന്റേ കയ്യിലുള്ളൂ, പി എന്ന് പറയുന്ന പോയിന്റ് മാത്രം കയ്യിലുണ്ട്, ബാക്കിയുള്ള എല്ലാ പോയിന്റും സോൾവ് ചെയ്യാൻ ചോദിച്ചാൽ എ കണ്ടുപിടിക്കുമ്പോൾ ഇത്രയേ ഉള്ളൂ മക്കളെ. ഈ എ എന്ന് പറയുമ്പോൾ ഏതൊക്കെ ആക്സിസിൽ നിന്നും വന്ന് ജോയിൻ ചെയ്താൽ നോക്കിയാൽ മതി. ഇത് വൈയാ, വൈന്നും ജോയിൻ ചെയ്ത് ഇസഡിൽ നിന്നും ജോയിൻ ചെയ്ത് എന്ന് പറഞ്ഞാൽ വൈയും ഇസഡും ഉണ്ടെന്ന്. ഇതാണ് എക്സ് കോർഡിനേറ്റ്, ഇത് വൈ കോർഡിനേറ്റ്, ഇത് ഇസഡ് കോർഡിനേറ്റ്. എന്ന് വെച്ചാൽ വൈയും ഇസഡും ഉണ്ട്. എന്തില്ല? എക്സ് കോർഡിനേറ്റ് അതിൻ്റെ 7 അയലത്ത് പോലും വന്നിട്ടില്ല. 0, 4, 5. ഇനി സി ആണ് അടയാളപ്പെടുത്തുന്നത്. സി അടയാളപ്പെടുത്തുമ്പം എക്സിൽ നിന്നും ഇസഡിൽ നിന്നും വന്ന് ടച്ച് ചെയ്തേക്കുക. എക്സിൽ നിന്നും ഇസഡിൽ നിന്നും ടച്ച് ചെയ്ത് എക്സ് കോർഡിനേറ്റ് 3, വൈ കോർഡിനേറ്റ് 0, ഇസഡ് കോർഡിനേറ്റ് ഉണ്ട് 5. ഇനി നമ്മൾ ഈ ആണ് അടയാളപ്പെടുത്തുന്നത്. ഈ എന്ന് പറയുമ്പം എക്സിൽ നിന്നും വൈ നിന്നും ടച്ച് ചെയ്ത് 3, 4, 0. അപ്പോൾ അത് കഴിഞ്ഞു. അപ്പം ഈ അടയാളപ്പെടുത്തിയതെല്ലാം പ്ലെയിനാ. കാരണം 2 നമ്പർ പ്ലെയിൻ. ഓർമ്മ വേണം, 2 നമ്പർ പ്ലെയിൻ. ഇനി അടയാളപ്പെടുത്തുന്നതെല്ലാം ആക്സിസാ. ഇത് എഫ് ആ. ഈ എഫ് എന്ന് പറയുമ്പോൾ ഏത് ആക്സിസ് ആണെന്ന് നിങ്ങൾ നോക്കിയാൽ മതി. വൈ മാത്രമേ ഉള്ളൂ. അപ്പോൾ വൈയിലെ നമ്പർ 4 ആ. അപ്പം 0, 4, 0. അപ്പോൾ വൈ കിട്ടി. ഇനി എക്സ് ആക്സിസ്, ഇത് എക്സ് ആക്സിസ് ആണ്, ഇത് എക്സ് ആക്സിസ് ആണ്. അപ്പോൾ ആ എക്സ് ആക്സിസ് അടയാളപ്പെടുത്തുന്ന കണ്ടോണേ, എക്സ് മാത്രം നമ്പർ. എക്സ് ഇവിടെ എത്ര? 3, 0, 0. ഇനി ലാസ്റ്റ് ഇസഡ് 0, 0, 5. ഓക്കെ. അപ്പൊ ഇതിനകത്ത് എയും സിയും ഇയും പ്ലെയിൻ ആണ്, ബിയും ഡിയും എഫും ആക്സിസ് ആണ്, പി ഒക്ടന്റ് ആണ്. എല്ലാ കാര്യമുണ്ട്. ഇനി ചിലപ്പോൾ അവർ ചോദിക്കുന്ന ഡിസ്റ്റൻസ് ഒക്കെ ആയിരിക്കും. ഇതിൻ്റെയൊക്കെ എ ബിയുടെ ഡിസ്റ്റൻസോ എ പിയുടെ ഡിസ്റ്റൻസോ അല്ലെങ്കിൽ ഇ എഫിൻ്റെ ഡിസ്റ്റൻസും ഒക്കെ ആയിരിക്കും ചോദിക്കുന്നത്. അത് നിങ്ങൾ സോൾവ് ചെയ്യണം. അപ്പം തെറ്റരുത്, പടം തെറ്റിപ്പോകരുത്. പടത്തിനകത്ത് പെർപെൻഡിക്കുലർ പോലെ ഇരിക്കുന്ന ഇസഡ് ആണ്, മറ്റേത് ഓപ്പോസിറ്റ് ആണ് വരുന്നത്. അതിനുശേഷം പിന്നെ ഈ 3D എന്ന് പറയുന്ന പാഠത്തിനകത്ത് നിങ്ങൾക്ക് അറിയാലോ, ഡിസ്റ്റൻസ് ഫോർമുല അങ്ങ് പഠിക്കുക. ഡിസ്റ്റൻസ് ഫോർമുല നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. √(x2 - x1) പ്ലസ് y2 - y1 പ്ലസ് z2 - z1 ആണ്. അത് വെച്ചുകൊണ്ടുള്ള പ്രോബ്ലമാണ്. അത് വളരെ സിമ്പിൾ പ്രോബ്ലം ആയിരിക്കും വരുന്നത്. അതിൽ പഠിക്കേണ്ട, മെയിനായിട്ട് പഠിച്ചുകൊണ്ട് പോകേണ്ട കാര്യം റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ, ഐസോസിലസ് ട്രയാങ്കിൾ. അത് രണ്ടും അങ്ങ് പഠിച്ചോളാം. റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിളും ഐസോസിലസ് ട്രയാങ്കിളിൻ്റെയും ഡിസ്റ്റൻസ് ഫോർമുല വെച്ചുകൊണ്ട് പ്രൂവ് ചെയ്യാൻ ചോദിക്കും. അത് പഠിച്ചോണം. ട്രയാങ്കിൾ എന്ന് കേൾക്കുമ്പോഴേ നിങ്ങളുടെ മനസ്സിൽ 3 സൈഡ് എന്ന് എപ്പോഴും മനസ്സിലങ്ങ് ആലോചിച്ചോണം. 3 സൈഡ്. പിന്നെ ഒരു സാധനം ഉള്ളതാണ് കൊളീനിയർ. ഇപ്പം A, B, C ആർ കൊളീനിയർ. ജസ്റ്റ് ഒരു എക്സാമ്പിൾ, A, B, C ആർ കൊളീനിയർ ആയാൽ
ഡിസ്റ്റൻസ് ഓഫ്, ഇതാണ് ഇക്വേഷൻ, ഡിസ്റ്റൻസ് ഓഫ് എ ബി പ്ലസ് ബി സി ഇസ് ഈക്വൽ ടു എ സി ആയിരിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എ ബിയുടെ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കണം, ബി സിയുടെ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കണം, എ സിയുടെ ഡിസ്റ്റൻസും കണ്ടുപിടിക്കണം. എന്നിട്ട് എ ബിയും ബി സിയുടെ ഡിസ്റ്റൻസുകൾ തമ്മിൽ ആഡ് ചെയ്യണം. ആഡ് ചെയ്യുമ്പോൾ എ സി കിട്ടിയാൽ കൊളീനിയർ ആണ്. ഇത്രയേ ഉള്ളൂ. പിന്നെ ഐസോസെൽസ് ട്രയാങ്കിളിന്റെ പ്രത്യേകത അറിയാം. ട്രയാങ്കിളിന് 3 സൈഡ് ആയിരിക്കും. നമ്മൾ എ ബി സി എന്ന് പേര് കൊടുക്കുകയാണെങ്കിൽ എ ബി ഒരു സൈഡാ, ബി സി ഒരു സൈഡാ, എ സി ഒരു സൈഡാ. ഈ എ ബി ബി സി എ സി എന്ന് പറയുന്നത് നമുക്കൊരു ട്രയാങ്കിൾ, ഏതെങ്കിലും ഒരു ട്രയാങ്കിൾ ചുമ്മാ നിങ്ങൾ വരച്ചിട്ട് എ ബി സി എന്ന് പേരൊക്കെ ഉണ്ടെങ്കിൽ ഇതിൻ്റെ എ ബി കണ്ടുപിടിക്കണം, ബി സി കണ്ടുപിടിക്കണം, എ സി കണ്ടുപിടിക്കണം. ഈ 3 സൈഡിനകത്ത് ഏതെങ്കിലും 2 സൈഡ് തുല്യമാണോ എങ്കിൽ അത് ഐസോസിൽസ് ആണ്. പിന്നെ ഇതിനകത്ത് വേറെ ക്വസ്റ്റ്യൻ ഉണ്ട്, റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ. ചോദിച്ചാൽ നിങ്ങൾ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല, ഇതുപോലെ 3 സൈഡ് കണ്ടുപിടിക്കുക. ഈ 3 സൈഡിന് റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ക്വസ്റ്റ്യൻ ആണ്. അടുത്ത റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ചോദിച്ചാൽ, റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ നിങ്ങൾക്ക് ചോദിച്ചാൽ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. 3 സൈഡ് എ ബിയും കണ്ടുപിടിക്കണം, ബി സിയും കണ്ടുപിടിക്കണം, എ സിയും കണ്ടുപിടിക്കണം. ഇതിൻ്റെ എല്ലാം സ്ക്വയർ എടുക്കണം. എ ബിയുടെ സ്ക്വയറും ബി സിയുടെ സ്ക്വയറും എ സിയുടെ സ്ക്വയറും എടുക്കുക. അത് ഈ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ മാത്രമാണ്. സ്ക്വയർ എടുത്തിട്ട് ഈ കിടക്കുന്ന 3 നമ്പറിൽ ഏതെങ്കിലും 2 നമ്പറുകൾ തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ ആ മറ്റേ നമ്പർ എന്ന് വെച്ചാൽ വലിയ നമ്പർ, ചെറിയ 2 നമ്പറുകൾ തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ വലിയ നമ്പർ കിട്ടിയാൽ റൈറ്റ് ആംഗിൾ ഇടാം. അതാണ് നിങ്ങൾ പഠിച്ചിട്ടുള്ള 10ാം ക്ലാസ്സിൽ ഹൈപ്പോട്ടിനോസ് സ്ക്വയർ ഇസ് ഈക്വൽ ടു ബേസ് സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ. ആ സംഭവമാണ്. അപ്പൊ ഈ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ചോദിച്ചാൽ നിങ്ങൾ ആ സൈഡുകളെ ഒന്ന് സ്ക്വയർ ചെയ്യേണ്ടി വരും, ഡിസ്റ്റൻസിനെ ഒന്ന് സ്ക്വയർ ചെയ്യേണ്ടി വരും. ഐസോസെൽസിന് സ്ക്വയർ ചെയ്യണ്ട, റൈറ്റ് ആംഗിളിന് സ്ക്വയർ ചെയ്യണം. പിന്നെ ആരും നോക്കാതെ പോകുന്നൊരു പോർഷൻ ഉണ്ട്, സെൻട്രോയിഡ് ഓഫ് ട്രയാങ്കിൾ എന്ന് പറയുന്ന സാധനം. അത് നമുക്ക് ഡിലീറ്റഡ് ഒന്നുമല്ല. സെൻട്രോയിഡ് ഓഫ് ട്രയാങ്കിൾ സംഭവം ഒന്നുമില്ല, സിമ്പിളാണ്. സെൻട്രോയിഡ് ഓഫ് ട്രയാങ്കിൾ എന്ന് പറയുമ്പം ഒരു ട്രയാങ്കിൾ വരച്ചിട്ട് ഇത് ക്യാപിറ്റൽ എ, ഇത് x1 y1 z1, ഇത് ക്യാപിറ്റൽ ബി, x2 y2 z2, ഇത് ക്യാപിറ്റൽ സി, x3 y3 z3യും ആണെന്നിരിക്കട്ടെ. സെൻട്രോയിഡ് എന്ന് പറയുന്ന സാധനത്തെ ഡിനോട്ട് ചെയ്യുന്നതാണ്. സെൻട്രോയിഡ് എന്ന് പറയുമ്പോൾ ഇവിടെ ഒരു ഏകദേശം ഇതാണ് സെൻട്രോയിഡ്. ഈ സെൻട്രോയിഡിനെ വിളിക്കുന്ന പേര് ജി. ജി ഇസ് ഈക്വൽ ടു x1 പ്ലസ് x2 പ്ലസ് x3 ഡിവൈഡർ ബൈ 3, y1 പ്ലസ് y2 പ്ലസ് y3 ഡിവൈഡർ ബൈ 3, z1 പ്ലസ് z2 പ്ലസ് z3 ഡിവൈഡർ ബൈ 3 ആണ്. പ്രത്യേകിച്ച് ഇക്വേഷൻ കാണാൻ പഠിക്കണ്ട, അതിന് വേറെ ഫോർമാറ്റ് ഉണ്ട്. ഇക്വേഷൻ നിങ്ങൾ കാണാൻ പഠിക്കാൻ വേണ്ട, അതിന് ഫോർമാറ്റ് ഉണ്ട്. അപ്പൊ സെൻട്രോയിഡിന്റെ ഒരു ക്വസ്റ്റ്യൻ ജസ്റ്റ് ഒന്ന് കാണിച്ചേക്കാം. അപ്പൊ ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ 3 - 4 5, ക്യാപിറ്റൽ ബി എന്ന് പറഞ്ഞാൽ 7 6 -1, ക്യാപിറ്റൽ സി എന്ന് പറഞ്ഞാൽ -2 3 -1 ആണെന്നിരിക്കട്ടെ. നിങ്ങൾ ഏതൊരു ക്വസ്റ്റ്യൻ സെൻട്രോയിഡ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇത്രയും ചെയ്താൽ മതി. തന്നിരിക്കുന്ന 3 പോയിന്റ് താഴോട്ട് എഴുതിയിടുക. നിങ്ങൾ ഇക്വേഷൻ പോലും പഠിക്കണ്ട. സെൻട്രോയിഡ് ഫൈൻഡ് ദ സെൻട്രോയിഡ്, ഫൈൻഡ് ദ സെൻട്രോയിഡ്. അപ്പൊ നിങ്ങൾ പരീക്ഷാ കാർഡിൽ ചെല്ലുമ്പോൾ ഇത്രയേ ഉള്ളൂ, 3 പോയിന്റ് കാണും. ഈ 3 പോയിന്റ് എടുത്ത് താഴോട്ട് ഞാനിപ്പോൾ എഴുതിയേക്കുന്ന എഴുതിയിട്ട് ജി ഇസ് ഈക്വൽ ടു എന്ന് എഴുതിയിട്ട് ഇതാണ്ട് ഈ റൗണ്ട് ചെയ്തേക്കുന്ന 3 കൂടെ കൂട്ടി ഡിവൈഡർ ബൈ 3, 3 + 7 + -2 ഡിവൈഡർ ബൈ 3, -4 + 6 + 3 ഡിവൈഡർ ബൈ 3, 5 + -1 + 1 ഡിവൈഡർ ബൈ 3. ഇത് ചെയ്ത് കഴിയുമ്പോൾ സെൻട്രോയിഡായി. സെൻട്രോയിഡ് എന്ന് പറയുമ്പോൾ ഇത്രയേ ഉള്ളൂ, 3 പോയിന്റ് എടുത്ത് താഴോട്ട് എഴുതി പോവാ. താഴോട്ട് കൂട്ടി ഡിവൈഡർ ബൈ 3, താഴോട്ട് കൂട്ടി ഡിവൈഡർ ബൈ 3. ഇതാണ് സെൻട്രോയിഡ്. ഇക്വേഷൻ പോലും എഴുതി വെക്കണ്ട, നിങ്ങൾ ഇതുപോലെ ചെയ്ത് പോയാൽ മതി, സെൻട്രോയിഡിന് കിട്ടും. പിന്നെ ചിലപ്പോൾ ഇങ്ങനെയൊക്കെ ചോദിക്കും, സെൻട്രോയിഡ് തന്നിട്ട് ഇടയ്ക്കത്തെ വാല്യൂ എന്ന് പറഞ്ഞാൽ ഇഫ് ഒറിജിൻ ഈസ് ദ സെൻട്രോയിഡ്, ഒറിജിൻ ഈസ് ദ സെൻട്രോയിഡ് ഓഫ് ട്രയാങ്കിൾ പി ക്യു ആർ വിത്ത് വെർട്ടീസസ് പി എന്ന് പറഞ്ഞാൽ 2a, 4, 5, ക്യൂ എന്ന് പറഞ്ഞാൽ 6, 2b, അല്ലെങ്കിൽ 3b, 7, r എന്ന് പറഞ്ഞാൽ 7 - 3 4c ആണ്. ഫൈൻഡ് ദ വാല്യൂ ഓഫ് എ ബി സി. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതാണ്. ഞാൻ എപ്പോഴും താഴോട്ടേ പോയിന്റ് എടുത്തുള്ളൂ. ഒറിജിൻ ഈസ് ദ സെൻട്രോയിഡ്, ഒറിജിൻ ആണ് സെൻട്രോയിഡ്. അപ്പൊ നമ്മൾ സെൻട്രോയിഡ് ജിയാ. അപ്പൊ ജി എന്നൊന്നും എഴുതുന്നില്ല, 0 0 0 ഇതാണ് ഒറിജിൻ. ഒറിജിനിലെ പോയിന്റ് ഇതാ, ഈക്വൽ ടു താഴോട്ട് 2a + 6a + 7 ഡിവൈഡർ ബൈ 3, 4 + 3b + -3 ഡിവൈഡർ ബൈ 3,
5 പ്ലസ് 7 പ്ലസ് 4c ഡിവൈഡഡ് ബൈ 3. ഇക്വേറ്റ് ചെയ്താൽ മതി. 0 0 0 ഈക്വൽ ടു 2a എഴുതി. 6 പ്ലസ് 7 13 13/3. 3b എഴുതി. 4 പ്ലസ് 1 ഡിവൈഡഡ് ബൈ 3. 4c എഴുതി പ്ലസ് 12 ഡിവൈഡഡ് ബൈ 3. ഇക്വേറ്റ് ചെയ്യുക. ഇക്വേറ്റ് ചെയ്യുന്നതൊക്കെ അറിയാമല്ലോ. 0 ഇസ് ഈക്വൽ ടു 2a പ്ലസ് 13 ഡിവൈഡഡ് ബൈ 3. ഈ 3a ഇങ്ങോട്ടങ്ങ് എടുക്കുന്നു. അപ്പം 0 ഇസ് ഈക്വൽ ടു 2a പ്ലസ് 30. ഇതിനകത്ത് നിന്ന് -30 ഇസ് ഈക്വൽ ടു 2a -13 ഡിവൈഡഡ് ബൈ 2 ഇസ് ഈക്വൽ ടു a കിട്ടി. ഇത്രയേ ഉള്ളൂ. ഇതേപോലെ ബാക്കിയുള്ളതെല്ലാം സോൾവ് ചെയ്യണം കേട്ടോ. അപ്പം നിങ്ങൾ എപ്പോഴും ചെയ്യേണ്ടതെന്ന് പറയുമ്പം ഇതിനകത്ത് നമ്പറുകളും സൈനും ഒക്കെ നോക്കിയിട്ട് വേണം ചെയ്യേണ്ടത്. ചുമ്മാ എടുത്ത് വെച്ച് ചെയ്യരുത്. സൈനൊക്കെ വ്യക്തമായി നോക്കിയിട്ട് വേണം ആഡ് ചെയ്ത് പോകേണ്ടത്. അപ്പം സെൻറ്ററോട് ചോദിച്ചാൽ എപ്പോഴും ഇങ്ങനെ. പിന്നെ കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മൾ അത് കമൻറ്റിൽ ഇട്ടേക്കും. കമൻറ്റ് ബോക്സിൽ കുറച്ച് ക്വസ്റ്റ്യൻസ്, ഇതിൻ്റെ മെയിൻ കുറേ ക്വസ്റ്റ്യൻസ് ഇട്ടേക്കും. അത് നിങ്ങളൊന്ന് ചെക്ക് ചെയ്യണം കേട്ടോ. ഇടയ്ക്കൊന്ന് ചെക്ക് ചെയ്തേക്കണം. പിന്നെ കൂടാതെ മെയിൻ ക്വസ്റ്റ്യൻസ് അല്ല. ഇപ്പം കഴിഞ്ഞ വർഷം പരീക്ഷയ്ക്ക് ചോദിച്ച ഒരു ക്വസ്റ്റ്യനാ, ഇഫ് പി ഒരു പോയിന്റ്, പി എന്ന് പറയുന്ന പോയിന്റ്, എനിക്ക് നമ്പർ ഓർമ്മയില്ല, 3 4, ഞാൻ രജിസ്റ്റർ എക്സാമ്പിൾ 3 4 -1 എന്ന് പി എന്ന് പറയുന്ന പോയിന്റ് എന്നുണ്ട്. ഈസ് ദ ഇക്വിഡിസ്റ്റന്റ് ഫ്രം ദ പോയിന്റ് ക്യാപിറ്റൽ എ എന്ന് പറഞ്ഞാൽ 3 2 -1 എന്നും ക്യാപിറ്റൽ ബി എന്ന് പറഞ്ഞാൽ 1 2 3 ആണെന്നിരിക്കട്ടെ. ഇഫ് പി ഈസ് ദ ഒരു പോയിന്റ് തന്നേക്കുക. ഈ പോയിന്റിൽ നിന്നും ഇക്വിഡിസ്റ്റന്റ് ഫ്രം എ എന്ന് പറയുന്ന പോയിന്റിൽ നിന്നും ബി എന്ന് പറയുന്ന പോയിന്റിലേക്കും ഇത് തമ്മിൽ തുല്യ അകലത്തിലാണ് നമ്മൾ പ്രൂവ് ചെയ്യണം. അപ്പം എ പിയും കണ്ടുപിടിക്കണം, ബി പിയും കണ്ടുപിടിക്കണം. ഈ ഡിസ്റ്റൻസുകൾ കണ്ടുപിടിച്ച് ഇത് രണ്ടും തുല്യമാക്കണം. ഡിസ്റ്റൻസ് ഫോർമുലയൊക്കെ അറിയാമല്ലോ, ഞാൻ ചെയ്യുന്നില്ല. ജസ്റ്റ് ഒരു എക്സാമ്പിൾ ക്വസ്റ്റ്യൻ ആയിട്ട് പറഞ്ഞതേ ഉള്ളൂ ഞാൻ കേട്ടോ. ഈ ക്വസ്റ്റ്യനകത്ത് ഇതുപോലത്തെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. കഴിഞ്ഞ വർഷം അങ്ങേ വർഷം പരീക്ഷയ്ക്ക് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ അതൊന്ന് നോക്കിയേക്കണം. അപ്പോൾ ക്വസ്റ്റ്യൻസ് കുറച്ചൊക്കെ നമ്മൾ കമൻറ്റ് ബോക്സിൽ ഇട്ടേക്കാം. കുറേ ക്വസ്റ്റ്യൻസ് ഒക്കെ ഇട്ടേക്കാം. അപ്പോൾ അതെല്ലാം നിങ്ങൾ നോക്കണം. ഇതാണ് 3Dക്കകത്തുള്ളത്. അപ്പോൾ ഡിസ്റ്റൻസ് ഫോർമുല നല്ലത് നോക്കണം. സെൻട്രോയിഡ് എല്ലാവരും ഒഴിവാക്കുന്ന ഒരു സാധനമാണ്. എന്നാലും നമ്മളത് നോക്കിയേക്കണം. സെൻട്രോയിഡ് കണ്ടുപിടിക്കുന്ന ഹിന്റ് പറഞ്ഞിട്ടുണ്ട്. ഡിസ്റ്റൻസ് ഫോർമുല 3 സാധനം: കൊളീനിയർ, റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ, ഐസോസെൽസ് ട്രയാങ്കിൾ, പിന്നെ പാരലോഗ്രാം. ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി. പാരലോഗ്രാമിൻ്റെ 3 സൈഡ് തന്നിട്ട് 4ാമത്തെ സൈഡ് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ, ഒരു പാരലോഗ്രാം ഒക്കെ വരച്ചിട്ട് ഈ ക്യാപിറ്റൽ എ ഉണ്ട്, ക്യാപിറ്റൽ ബി ഉണ്ട്, ക്യാപിറ്റൽ സി ഉണ്ട്, ക്യാപിറ്റൽ ഡി. ഇതിനകത്ത് ഇതുണ്ട് 2 3 4 1 2 3 5 6 7. ഈ ഡി പോയിന്റ് ഇല്ല, ഡി നമുക്കില്ല. ഈ ഡി ഇല്ലാത്തപ്പോൾ നമ്മൾ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഇതാണ് ഇക്വേഷൻ. മിഡ് പോയിന്റ് ഓഫ് എ സി ഈക്വൽ ടു മിഡ് പോയിന്റ് ഓഫ് ബി ഡി. ഇത്രയുള്ള ഇക്വേഷൻ. ഇപ്പൊ ഈ ഡി ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഇതിനെ XYZ എന്ന് എടുക്കുന്നു. അപ്പൊ നോക്കണേ, മിഡ് പോയിന്റ്. ഇപ്പൊ ഇക്വേഷൻ ഇത്രയേ ഉള്ളൂ. പാരലോഗ്രാമിന്റെ 3 സൈഡ് തന്നിട്ട് 4ാമത്തെ സൈഡ് കണ്ടുപിടിക്കണമെങ്കിൽ ഡയഗണൽ, നിങ്ങൾക്ക് അറിയത്തില്ലേ ഡയഗണൽ, എ സിയും ബി ഡിയും അതിന്റെ മിഡ് പോയിന്റുകൾ തമ്മിൽ തുല്യമാണ്. മിഡ് പോയിന്റ് കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ 10ാം ക്ലാസ്സിൽ പഠിച്ചതാ. എ സി, ഇതാണ് എ, ഇതാണ് സി, ഇതാണ് എ, ഇതാണ് സി. ഈ എ സിയുടെ മിഡ് പോയിന്റ് കണ്ടുപിടിക്കുമ്പോൾ 2 + 5 ഡിവൈഡഡ് ബൈ 2, 3 + 6 ഡിവൈഡഡ് ബൈ 2, 4 + 7 ഡിവൈഡഡ് ബൈ 2 ഈക്വൽ ടു ബി ഡി x + 1 ഡിവൈഡഡ് ബൈ 2, y + 2 ഡിവൈഡഡ് ബൈ 2. ഇത് y ആണ് മക്കളെ, ഇത് y ആണ്. അടുത്തത് z + 3 ഡിവൈഡഡ് ബൈ 2. ഇനി ഇത് ഇക്വേറ്റ് ചെയ്താൽ മതി. 2 + 5 7 ഡിവൈഡഡ് ബൈ 2 ഈക്വൽ ടു x + 1 ഡിവൈഡഡ് ബൈ 2. ദാ പോയി. ബാക്കി 7 ഇസ് ഈക്വൽ ടു x + 1. കണ്ടുപിടിക്കേണ്ടത് x. 7 - 1 ഇസ് ഈക്വൽ ടു x. x കോർഡിനേറ്റ് കിട്ടി. ഇതേപോലെ തന്നെ y കോർഡിനേറ്റ് ക്രിയേറ്റ് ചെയ്യുക. അപ്പം ഇത്രയേ ഉള്ളൂ 3D. അപ്പോൾ 3D നമ്മുടെ ചാപ്റ്റർ ഫുള്ള് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിനകത്തൊരു മെസ്സേജ് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏതൊരു ഡൗട്ടും ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും. അപ്പം മറ്റൊരു വീഡിയോ വരുന്നിടം വരെ എല്ലാവർക്കും